അനന്തമജ്ഞാതമവർണ്ണനീയം ഈലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. കവി പാടിയതാണ്. ഈ കവി പാടി പോലെയാണ് നമ്മൾ മർത്യർ എവിടെയോ ഇരുന്ന് എന്തൊക്കെയോ കാണുന്നവരാണ് ഈ ലോകത്ത്. അതിൽ എന്താ നടക്കണതെന്നുള്ളതും മാധ്യമങ്ങൾ എന്തൊക്കെയോ പറയുന്നു. ഒരു ലക്ഷ്യബോധമില്ലാതെ പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ വിദേശ മാധ്യമങ്ങളിലേക്ക് നോക്കിയിട്ട് അവിടെ പറയുന്നതിന് പല മാധ്യമങ്ങളും വന്നിട്ട് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുകയോ അതിനെപ്പറ്റി പഠിക്കുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ പലപ്പോഴും പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ, പിന്നെയും കുറച്ച് യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് യൂട്യൂബേഴ്സ് അതിനെപ്പറ്റി മലയാളത്തിലല്ല, ഇപ്പോൾ ഇന്ത്യൻ യൂട്യൂബേഴ്സ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നതിനെ പറ്റി നമുക്ക് വിവരങ്ങൾ നൽകും. ഞാനിത് പ്രതിപാദിക്കുന്ന വിഷയം പശ്ചിമേഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് എവിടെയാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും ഒരു പദം, ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ചരിത്രപരമായിട്ട് അവർക്ക് യുദ്ധം ചെയ്തേ പറ്റൂ. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ 8 കൊല്ലം അവിടെ ഇറാഖിൽ യുദ്ധം ചെയ്തു, 20 കൊല്ലം അഫ്ഗാനിസ്ഥാനിൽ ചെയ്തു, വിയറ്റ്നാമിൽ 10 കൊല്ലത്തോളം ചെയ്തു, കൊറിയൻ യുദ്ധത്തിൽ പോയി യുദ്ധം ചെയ്തു, 2ാം ലോക മഹായുദ്ധം. അവിടെയൊക്കെ പട്ടാളക്കാർ 50,000, 25,000, 50,000 നാശനഷ്ടങ്ങളുണ്ട്. കൊലാട്രൽ ഡാമേജ് എന്ന് പറയും. പക്ഷേ യുദ്ധം ചെയ്യാതെ അമേരിക്കയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാണ്. സാധാരണ രീതിയിൽ നമ്മൾ വിചാരിക്കും യുദ്ധം ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ. പണ്ടാരോ പറഞ്ഞ മാതിരി, നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതിലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകൂ എന്നുള്ളതാണ്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയത് 19 മിനിറ്റ് നേരത്തെ ഒരു പ്രസംഗമാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ യുദ്ധം തീർന്നിരിക്കുന്നു. കാരണം അദ്ദേഹം വൈറ്റ് ഹൗസിൽ നിന്നൊരു സന്ദേശം വരാണ്, ഞാൻ 9 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. അവർ സാധാരണ രീതിയിൽ ഇദ്ദേഹം 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട്, ചർച്ചകൾ നടക്കുകയാണ്, ഇപ്പോൾ തീരും, നാളെ തീരും, മറ്റന്ന് തീരും. പിന്നെ യുദ്ധത്തിന് തുടക്കത്തിൽ ഫെബ്രുവരി 22 യുദ്ധം തുടങ്ങുമ്പോഴും അദ്ദേഹം പറഞ്ഞത് 5 ആഴ്ച 6 ആഴ്ച ഇപ്പോൾ തീർത്തരാം, ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോയി. പക്ഷെ എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന് ഈ കാണിക്കുന്ന ആയുധങ്ങൾ വിറ്റ് തീർക്കണം. ഈ പറഞ്ഞ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, ഇവിടെ മറ്റേ റൈറ്റിയോൺ, ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ, ഇവരൊക്കെ ആയുധങ്ങളും സാധനങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ബില്ല് മുഴുവനും വേറെ ആരുടെയെങ്കിലും തലയിൽ കൊണ്ടുവയ്ക്കും. അത് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എണ്ണ ഉൽപ്പാദിപ്പിച്ച് അവർ രാജകീയമായിട്ട് ജീവിക്കുന്നവർ അവരുടെ ഒരു സെക്യൂരിറ്റിക്ക് പഠിക്കുക ഒരാളെ വെച്ചിട്ടുണ്ട്. അതാണ് അമേരിക്കയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അവരുടെ ഇൻ്റലിജൻസ്, ആ രാജാക്കന്മാരുടെ കസേരയ്ക്ക് എന്തെങ്കിലും കോട്ടം പറ്റുമോ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിഫറൻസസ്, ഇതൊക്കെ കൊടുക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഇതിന് ചിലവുകളുണ്ട്. ഇപ്പം ചിലർ പറയണ്ടേ അമേരിക്കയ്ക്ക് മിസൈൽസ് ശേഖരം തീരുന്നൊക്കെ. ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എല്ലാം അടിച്ച് ഇഷ്ടംപോലെ ആയുധങ്ങൾ അവർ പണ്ടത്തേക്ക് പൊട്ടിക്കണം. ഏതാ എവിടെ പൊട്ടിക്കണം. ഇപ്പോൾ GB-72 1000 കിലോ ഉള്ള ബോംബാണ്, അല്ലെങ്കിൽ GB-58 വിമാനങ്ങൾ. ഇതൊക്കെ വെറുതെ കിടക്കുക. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലാണ് നാളെ വലിയ യുദ്ധം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പഴയത് പൊട്ടിച്ച് തീർക്കണം, കമ്പനികൾക്ക് കച്ചവടം കൊടുക്കണം. അപ്പോൾ ഈ യുദ്ധം ഇപ്പം തീരാനുള്ള സാധ്യത കുറവാണ്. ഒരു സാധ്യത ഉണ്ടെങ്കിൽ, ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം അദ്ദേഹം ചെയ്തത്, അദ്ദേഹം യുദ്ധത്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വെനുസില, ആ പാവം മധുരനെ പോയി 45 മിനിറ്റിൽ ഒരു പ്ലെയിൻ കയറ്റി പിടിച്ചുകൊണ്ടുവന്നു. അതിൻ്റെ തൊട്ട് പിന്നിലെ അവരുടെ താഴെയുള്ള ആ റോഡ്രിഗ്യൂസ് എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു, ഞാൻ ഭരിച്ചോളാം, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, CIA ഡയറക്ടർ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഭേദം ഊതി കൊടുത്തു ചെവിയിൽ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ ആളാണ്, ഇനി എണ്ണ ഞങ്ങൾ പറയാം അതിൻ്റെ ആർക്കൊക്കെ. അപ്പോൾ ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഇന്ത്യയോട് പറഞ്ഞു $550 മില്യൺ എണ്ണയാണ് ഇന്ത്യക്ക് കൊടുക്കുന്നത്. അതുപോലെ ലോകരാജ്യങ്ങൾക്ക് എണ്ണ വെക്കുന്നതില്ല. ഇടനിലക്കാരനായിട്ട് ട്രംപിനുള്ളതും അമേരിക്കയ്ക്കുള്ളതൊക്കെ വാങ്ങും. കാരണം യുദ്ധം ചെയ്യാനും ഈ വെനിസ്വേലൻ ജനതയെ മോചിപ്പിച്ചു എന്നാണ് പറയാം പത്രമാധ്യമങ്ങൾ. അതായത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വെനിസ്വേല സത്യമാണ് ഒരു പരിധി വരെ. കാരണം അവിടുത്തെ ദുരിതമായിരുന്നു. ഇഷ്ടംപോലെ എണ്ണയും, ലോകത്തിൽ 2ാമത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉണ്ടാക്കുന്ന 17%, ലോകത്തിൻ്റെ 17% എണ്ണ ഇരിക്കുന്ന രാജ്യമാണ് വെനിസ്വേല. എന്നാൽ ഈ അറബികൾക്ക് അത് വിനിയോഗിക്കാൻ അറിയാം. ഇവിടെ മധുരവും അതല്ലെങ്കിൽ ഹ്യൂഗോ ഷാവേഴ്സ് ഇരുന്നിട്ട് ഈ സാധനം ഇതിൻ്റെ മേലെ ഇരുന്നിട്ട് ആർക്കും വിൽക്കാനും പറ്റില്ല. ചൈന കുറേ വില കുറച്ച് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ആരെങ്കിലും കൊടുക്കുന്നല്ലാതെ വട്ടച്ചെലവ് തീർത്ത് ദാരിദ്ര്യം പട്ടിണിയായിരുന്നു. അതിൽ നിന്നാണ് വെനിസ്വേല മോചിപ്പിച്ചത്. അപ്പോൾ എണ്ണ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു. പിന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത്
ഇവിടെയുണ്ട് ഒരു 17-20% ഇറാൻ്റെ കയ്യിൽ. ആ സാധനം കൂടി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നാൽ അമേരിക്ക ഓൾറെഡി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കടന്നു വരൂ ആദായ വില കടന്നു വരൂ ആദായ വില, നിങ്ങളുടെ എണ്ണയില്ലേ വന്നോ, ഞാൻ എൻ്റെ നിന്ന് വാങ്ങിക്കോ. ആ കച്ചവടം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്, എണ്ണ കച്ചവടം കൂടി. അപ്പം യുദ്ധത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പം ഈ എണ്ണയെ പറ്റി ഇത് പറയുമ്പോൾ വീണ്ടും എണ്ണയിലേക്ക് വരുമ്പോൾ, ഇന്ന് അദ്ദേഹം എണ്ണ ഉണ്ട് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് ഈ ഒരു പ്രത്യേകതരം ടെക്നോളജി കണ്ടുപിടിച്ചു, ഷെയിൽ ഗ്യാസ്. അത് നേരെ കുഴിച്ച് താഴേക്ക് പോയിട്ട് ഇത് താഴെ നേരെ പോയി ഇത് ഹൊറിസോണ്ടലായിട്ട് പോയുള്ള ഞാടി ഞരമ്പുകളിൽ നിന്നും വലിച്ചെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് ഷെയിൽ ഗ്യാസ് ടെക്നോളജി. അതിൽ നിന്നും വലിച്ചാണ് ഈ എണ്ണ എടുക്കുന്നത്. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് താഴെയുള്ള ഫോസിൽ ഫ്യൂൾസ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മുഴുവനും വലിച്ചെടുക്കുന്നത്, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു ടെക്നോളജി അമേരിക്ക ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇന്നലെ പോലും പറഞ്ഞത് ഡ്രിൽ ബേബി ഡ്രിൽ. അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം മധ്യപൂർവേഷ്യയിൽ 70കളിൽ അമേരിക്ക ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. മധ്യപൂർവേഷ്യയിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ എണ്ണ കിട്ടാത്തത് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പൊക്കെ ഇവിടുത്തെ റിപ്പബ്ലിക്കൻസ് പറഞ്ഞു ഡ്രിൽ ബേബി ഡ്രിൽ, അതായത് ഇവിടെ കുഴിച്ച് ഇവിടെ എണ്ണ ഉണ്ടാക്കാം, ഇവിടെ എണ്ണ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. അങ്ങനെ അമേരിക്ക ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇപ്പോൾ കയറ്റുമതി കണ്ടമാനമാണ്. അതൊരു ബാലൻസിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതായത് ഇവർക്ക് പിന്നെ ഇതുണ്ട് ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് പറയും. ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ കോണ് അങ്ങനെയുള്ള ഇതുകളുണ്ടല്ലോ, അതിൽ നിന്നും ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഇവിടെ നമ്മളുടെ പെട്രോളിയം എണ്ണയ്ക്ക് നമ്മൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അടിക്കുന്ന എണ്ണയ്ക്ക് $5 വിചാരിക്കുക. അത് $2.55 ഇന്നത്തെ വില ഞാൻ നോക്കിയിട്ട് വന്ന $2.55 ഉള്ളൂ ഒരു ഗാലൻ. അതായത് 3.7 ലിറ്ററോളം സാധനത്തിന് ഇവിടെ വില 2.50. അത് കോണിൽ നിന്ന് എത്തനോൾ എന്ന് പറയുന്ന സാധനം, കോണ് അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ് ആ എണ്ണ. അതുണ്ട്. EV ഇലക്ട്രിക്കൽ വെഹിക്കിൾ, ഹൈബ്രിഡ്. അപ്പം എണ്ണയ്ക്ക് ഇവർക്കിത് എണ്ണ വിറ്റ് പൈസ ഉണ്ടാക്കണം, അതാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് കടന്നു വരൂ എൻ്റെ കയ്യിലുണ്ട് പ്ലെൻറ്റി, ഐ ഹാവ് പ്ലെൻറ്റി, യു കം യു ബൈ ഫ്രം മീ. അപ്പോൾ ബ്രിട്ടൻ്റെ ആ കീർ സ്റ്റാമറൊക്കെ ഇരുന്ന് പറഞ്ഞു നിനക്കൊരു കപ്പൽ അയക്കാൻ പറ്റുമോ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലേക്ക്. ഇമ്മാനുവൽ മാക്രോണിനോട് ചോദിച്ചു നിനക്കൊരു കപ്പൽ അയക്കാൻ പറ്റുമോ, നിൻ്റെ റാഫേലുണ്ട്, കപ്പലുണ്ട്, യൂറോ ഫൈറ്റർ ഉണ്ട്, പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി F-22 എല്ലാ സാധനമുണ്ട്, F-35 ഒക്കെ. നിനക്ക് അവിടെ കൊണ്ടുവന്നൊരു കപ്പൽ വിമാനവാഹിനി ഇട്ടിട്ട് അവിടെ മൈൻ സ്വീപ്പിംഗ്, ആ കപ്പൽ സ്ട്രൈറ്റ് ഓഫ്, അതായത് ഹോർമുസ് കടലിടുക്കിൽ നിനക്ക് പോയിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ? ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു പറ്റില്ല, ഞാനിവിടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറണം. UK പറഞ്ഞില്ല, വേണ്ട നിങ്ങൾ ആരും വരണ്ട, അവിടെ അടഞ്ഞു കിടന്നോട്ടെ, നിങ്ങൾക്ക് എണ്ണ വേണോ പൊക്കോ, എൻ്റെ എണ്ണയുണ്ട്, നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ വിൽക്കാനുള്ളത് ഇവിടെ ഉണ്ടെന്നാണ് ട്രംപിൻ്റെ നിലപാട്. എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം 17%, ലോകത്തിലെ 17% ഇപ്പോൾ പിടിച്ചെടുത്ത് വെച്ചേക്കാം. മറ്റേ ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് മധുരാനെ പിടിച്ചുകൊണ്ടുവന്നു ഒറ്റപ്പെടുത്തത്. 45 മിനിറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു അമേരിക്കൻ സൈനികനും പോയില്ല, ഒരു നഷ്ടം ഉണ്ടായില്ല, അതങ്ങോട്ട് പിടിച്ചെടുത്തു. ഇനിയിപ്പോൾ പറഞ്ഞേക്കുന്നത് ക്യൂബേനെ പിടിക്കുന്ന പറയുന്നത്. ക്യൂബേനെ കൊളംബിയയിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്, കൊക്കൈനൊക്കെ വിൽക്കുന്ന ഒരുത്തൻ, കൊളംബിയ എന്ന് പറഞ്ഞ രാജ്യത്ത്. ഇവിടെയൊക്കെ പോയി പിടിക്കുന്നത്, ഇവരൊക്കെ ഭയന്നു മിണ്ടണില്ല. മുമ്പ് കൊളംബിയയിലെ പ്രസിഡന്റ് പെത്രോ എന്നങ്ങടെ അദ്ദേഹത്തിൻ്റെ പേര്, എന്തോ വെല്ലുവിളിയൊക്കെ നടത്തി. അദ്ദേഹം ഈ മധുരാനെ പിടിക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ആരാന്നറിയാം എന്താന്നൊക്കെ പറഞ്ഞു മധുരാനെ ഇങ്ങോട്ട് 45 മിനിറ്റിൽ പിടിച്ചുകൊണ്ടുവന്നതോടുകൂടി ഒരുത്തനും മിണ്ടില്ല. ഇവിടുത്തെ പ്രതിപക്ഷം പോലും മിണ്ടണില്ല. അതാണ് ട്രംപ്. ഇപ്പം സൗദി അറേബ്യയും റഷ്യയും ഇത് രണ്ടും ലോകത്തിലെ ഒരു 5 എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളിലെ 5 എണ്ണത്തിലെ ഏറ്റവും വലിയവരന്മാരിൽ പെട്ടവരാണ് സൗദിയും റഷ്യയും. ഇവർ 2 കൂട്ടരും കൂടി ഉണ്ടാക്കുന്നതിലും കൂടുതൽ എണ്ണ അമേരിക്ക ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ പറഞ്ഞത് ഹോർമുസ് കടലിടുക്കിൻ്റെ ആവശ്യം ചൈന, ഇന്ത്യ, ജപ്പാൻ അതിലേ കടന്നു പോയി ഏഷ്യക്ക് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ അവർ ആഫ്രിക്ക വലം വെച്ച് പോകണം ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ. ആ കടലിടുക്കിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇതെടുക്കണമെങ്കിൽ സൗദിക്ക് അതിൽ വഴി കണ്ടെത്തി. ബാബ എൽ മണ്ടേബും പിന്നെ സൂയിസ് കനാലും അതിലെ എണ്ണ വെക്കും സൗദി. കാരണം സൗദി ഇയാളുടെ വലിയ സുഹൃത്തായതുകൊണ്ട് സൗദി അതിലെ എണ്ണ കടത്തി വിൽക്കുന്നൊരു റെഡ് സീ വഴി മെഡിറ്ററേനിയനിൽ, അറേബ്യൻ പെനിൻസുല നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയാൽ അതിനെപ്പറ്റി അറിവുള്ളവരാണെങ്കിൽ അറിയാം. അപ്പുറത്തോടെ എണ്ണ വെക്കുന്നുണ്ട്, പടിഞ്ഞാറൻ ഭാഗത്തോടെ. കിഴക്ക് ഇതിൽ ആ കടലിടുക്കിൽ UAEയുടെയും ഒമാൻ്റെയും ഒക്കെ ഇറാൻ്റെ ഇടയിലുള്ള ഒരു 31 മൈൽ ദൂരത്തിലുള്ള ആ പ്രദേശത്താണ് ഇവന്മാർ മൈനുകൾ വിതച്ചേക്കാം. ഇപ്പോൾ കപ്പലുകൾ കുറേ കത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ
ഈ യുദ്ധത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങൾ ചിലപ്പോൾ ചിലതൊക്കെ ഇല്ലാതാവുന്ന സ്ഥിതിയിൽ വരും. പക്ഷേ ട്രംപ് അവിടെ യുദ്ധം ചിലപ്പോൾ നീട്ടിക്കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ സാധനം വലിച്ചു നീട്ടി ഇവിടുത്തെ യുദ്ധ ഇതുകളെയൊക്കെ ഒരു ഇതിലാക്കും. ഈ യുദ്ധ സാമഗ്രികൾ വിൽക്കുന്ന കമ്പനികളൊക്കെ ഒരു വിധത്തിലാക്കും. ഈ യുദ്ധം ഡിഫൻസ് ഈ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആ വ്യവസായം അങ്ങോട്ട് കൊഴുപ്പിക്കുക അയാൾ. അതിനുള്ള പ്ലാനാണ് ഈ യുദ്ധം നടന്ന. കാരണം ട്രംപ് അല്ല ഇത് നടത്തുന്നത്. നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പാശ്ചാത്യ രാജ്യത്തെ ആൾക്കാരുടെ പ്ലാനിങ്, അതല്ലെങ്കിൽ മിലിറ്ററിയുടെ പ്ലാനിങ്. ആ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ജനറൽമാർ ഒരു ബോർഡ് റൂം, നമ്മളിപ്പോൾ ഈ MBA പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഈ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ്, ബോർഡ് റൂം വെച്ചിട്ട് മാപ്പ് വെച്ചിട്ട് ഇന്ന ദിവസം ഇന്ന പോയിന്റിൽ നടന്നാൽ നമ്മളിങ്ങനെ അടിക്കും, ഇവിടെ അടിക്കണം, അവിടെ അടിക്കണം, ഇന്ന ആൾ, ഇതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ യുദ്ധത്തിന് മുമ്പ് മുതലേ പറയുന്നതാണ് പെസഷ്കൻ, ഇറാൻ്റെ പ്രസിഡൻറ്റിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയോ? ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റൂല. ഞാൻ പറയാൻ കാരണം കമേനിയാണ് നിയമിച്ചത് പെസഷ്കനെ. ഈ ഇബ്രാഹിം റൈസി എന്ന മുൻ പ്രസിഡൻറ്റ് ഹെലികോപ്റ്ററിൽ ഇസ്രായേൽ അലക്കി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് വെച്ച ഒരു വ്യക്തിത്വമാണ് പെസഷ്കൻ. അദ്ദേഹം വളരെ ദുരൂഹമായിട്ടാണ് ഇത് ഭരിക്കുന്നത്. അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് ഇസ്രായേലിന് അമേരിക്കയ്ക്ക് അത് ചില്ലറ സമയം മതി, കൊല്ലുന്നില്ല. അദ്ദേഹം ഏത് ചേരിയിലാണെന്ന് സംശയം ഉദ്ദേശിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം അവിടെ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ്. IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനോട് പറഞ്ഞു, നമുക്ക് ട്രംപ് പറയുന്നത് കേൾക്കാം, നമ്മുടെ കുറേ നേതാക്കന്മാർ പോയി, കുറേ നാശനഷ്ടമുണ്ട്, എന്നിരുന്നാൽ കൂടി നമുക്കിനി തടി തപ്പാം, നിലനിൽക്കാം എന്ന് പെസഷ്കൻ ഇവരോട് പറഞ്ഞു. ഇവർ തമ്മിൽ ഭിന്നതയായി. അത് രാഷ്ട്രീയ നേതൃത്വമാണ് പെസഷ്കൻ, മിലിറ്ററി നേതൃത്വമാണ്, പട്ടാള നേതൃത്വമാണ് IRGC. ഇവർ തമ്മിലുള്ള വിള്ളൽ വന്നതോടുകൂടി അവിടെ ഇപ്പോൾ ഈ IRGCനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറയണേ. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം മുകളിൽ നിന്ന് അടിക്കാവുന്നതൊക്കെ 11,000 സ്ഥലത്താണ് അമേരിക്ക ബോംബ് ചെയ്തത്. മുകളിൽ നിന്ന് താഴെ ഇനി അവർക്ക് അസറ്റ്സ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇസ്രായേലിന് ഇനിയും പിടിച്ച് ഇന്നത്തെ US ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. ഇന്നത്തെ US ഇൻ്റൽ റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഇനിയും ആയുധങ്ങളും മിസൈലുകളും ഒക്കെ ഉണ്ട്, മുകളിൽ നിന്ന് കുറേ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് അവിടുത്തെ പവർ പ്ലാന്റ്സ് അത് സിവിലിയൻ പവർ പ്ലാന്റ്സ് ആണ്. അവിടെ കറണ്ട് ഇല്ലാണ്ടാവും, ഇറാനെ മൊത്തം കറണ്ട്, ഈ ജനറേറ്ററുകൾ, ഇത് മിലിറ്ററി ഇതല്ല, എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ല, പവർ പ്ലാന്റ് ജനറേറ്ററുകൾ അല്ലെങ്കിൽ എണ്ണവാതകങ്ങളൊക്കെ, ഇതിനെ പൊട്ടിച്ച് കളയുന്നതാണ് ട്രംപ് പറയുന്നത്. ഇത് പൊട്ടിച്ച് കളഞ്ഞാൽ അതൊരു സിവിലിയൻ വാർ ക്രൈം ആവും. ട്രംപിന് ആരും ഇപ്പോൾ പുടിൻ വാർ ക്രൈം ചെയ്തു, നെത്തന്യാഹു വാർ ക്രൈം ചെയ്തു, ആരും ഇവരൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും പോകണില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഫിലിപ്പീൻസിലെ ഡുട്ടാർട്ടെ എന്ന് പറഞ്ഞൊരു പ്രസിഡൻറ്റിനെ ഈ മറ്റേ മനുഷ്യാവകാശം, അത് ചെറിയവന്മാരെ പിടിക്കുള്ളൂ. ഇവരൊന്നും പുടിനെയോ ട്രംപിനെയോ ഒന്നും ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കേസിലൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാർ ക്രൈം ആവും. അത് വാർ ക്രൈം ആകുന്നത് ഇത് സിവിലിയൻസിനെ കൊല്ലുക, പട്ടാളക്കാരെ കൊല്ലുന്നതിന് പകരം സിവിലിയൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കറണ്ട് ഇല്ലാണ്ടാക്കുക, ഇതൊക്കെ വാർ ക്രൈമിൽ പെട്ടതാണ്. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിന് സൂചകമായിട്ട്, നമ്മളിപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ അടി കൂടുന്ന സമയത്ത് ഒരുത്തൻ്റെ കഴുത്തിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ചോക്ക് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവന് ശ്വാസം, നീ തോൽക്കുന്നില്ലേ എന്ന് ഇതാണ് ട്രംപ് ഇന്ന് ചെയ്യുന്ന പരിപാടി. ഇന്ന് വലിയൊരു പാലം, അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലെ അവർ പണിതുയർത്തിയ വലിയൊരു പാലം ബോംബ് ചെയ്ത് തകർത്തു. അപ്പം ട്രംപ് താക്കീത് കൊടുക്കുകയാണ്, ഞാൻ പറയണത് കേട്ട് വെനിസുവേല പോലെ ഇത് പക്ഷെ അങ്ങനെ വെനിസുവേല പോലെ വഴങ്ങുന്നവരല്ല 50 ആൾക്കാരെ ഖമേനി തൊട്ട് താഴേക്ക് കൊന്നിട്ടും വഴങ്ങുന്നവരല്ല ഇറാൻ അത്ര എളുപ്പത്തിൽ. അപ്പോൾ ട്രംപ് ആവുന്നത്രം ഇതൊരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റുമോ? വന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലാൻ B ഉണ്ട്. അദ്ദേഹത്തിന് ഈ യുദ്ധം കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടത്തിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. തന്നെ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഷർ ഉണ്ട്, ഇനി അവസാനിപ്പിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ നിലപാട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ നമ്മൾ മാധ്യമങ്ങളിലോ മറ്റോ കാണുന്ന പോലെയല്ല ഉള്ളിലുള്ള കഥ. ട്രംപ് എണ്ണ വിൽക്കും, ചിലപ്പോൾ ഇവിടെ ഇട്ട് എണ്ണ വിൽക്കാനുള്ള പരിപാടി, ഗതി കിടുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ വന്നിട്ട് ഇവിടുന്ന് എണ്ണ വാങ്ങണം. കാരണം ഇത് അറ്റ്ലാന്റിക് കൂടി പോകുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് പസഫിക്, അമേരിക്കയുടെ ഈ പശ്ചിമ ഏരിയ വെസ്റ്റൽ കോസ്റ്റിൽ കൂടെ ഇവിടുന്ന് എണ്ണ കടത്തി വിടാം. നേരെ പസഫിക് കോസ്റ്റ് കടന്നിട്ട് കൊറിയ, ചൈന, ജപ്പാൻ ചറ പറന്ന് എണ്ണ വെക്കുന്നുണ്ട്. അതാണ് ഇപ്പം ഉണ്ടാവാൻ പോകുന്ന ഇത്. എണ്ണ വിൽപ്പനയ്ക്കും
ആയുധ കച്ചവടത്തിനുള്ള അവസരമായിട്ട് ട്രംപ് ഇത് കണക്കാക്കിയാണ് തന്നെയല്ല വെട്ടിപ്പിടിക്കുക. വെട്ടിപ്പിടിച്ച് അമേരിക്കയുടെ ഇത് പ്രഭാവം അങ്ങോട്ട് ഉയർത്തുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഇപ്പോഴുള്ള തന്ത്രം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്.